ആരോഗ്യവകുപ്പിലും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാൻ UDF സർക്കാർ. ആരോഗ്യവകുപ്പിൽ സ്വകാര്യ നിക്ഷേപം ആവശ്യമായി വരുമെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികൾ മുന്നോട്ട് വന്നാൽ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി നൌഫൽ കൂടി ചേരുന്നുണ്ട്. നൌഫൽ, നമുക്കറിയാം നിരവധി അപാകതകൾ ശരി, നൌഫലിലേക്ക് എത്തുന്നതിന് മുമ്പ് കെ മുരളീധരന്റെ പ്രതികരണത്തിലേക്ക്. കുറെ അത് വേണ്ടി വരും. ഈ ധനസ്ഥിതി വെച്ച് നമുക്ക് ഉദാഹരണത്തിന് തന്നെ കേരളത്തിലെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ഈ ധനസ്ഥിതി വെച്ചിട്ട് ഇനി കൂടുതൽ സംവിധാനം ചെയ്യാൻ കഴിയുമോ? അത് വേണ്ടി വരും. പക്ഷേ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ പല മറ്റേ പൊതുജന ഫണ്ടുണ്ട്, അല്ല മറ്റേ റിലീഫ് ഫണ്ടുകളുണ്ട്, SIR ഫണ്ടുണ്ട്, അതൊക്കെ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജിൽ പാർക്കിങ്ങിന് ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. CSR ഫണ്ട് പരമാവധി ഞങ്ങൾ വിനിയോഗിക്കും. ഞാൻ മതി ഈ ധവളപത്രത്തിലെ സാമ്പത്തിക സ്ഥിതിയുമായി വെച്ചാൽ ഒരു ഡെവലപ്മെൻറ്റ് നടക്കില്ല. CSR ഫണ്ട് വേണ്ടി വരും, റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വേണ്ടി വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ആരോഗ്യരംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ ധനസ്ഥിതിയും വെച്ച് ഒരു ഡെവലപ്മെന്റ് വരാൻ പറ്റില്ല. മുഹമ്മദ് നൌഫൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൌഫൽ, ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അതായത് സംസ്ഥാനത്ത് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം കൈയൊഴിയുന്നതായിരുന്നു UDF സർക്കാരിന്റെ ധവളപത്രം. സമാനമായ രീതിയിൽ ആരോഗ്യവകുപ്പിലും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് UDF സർക്കാർ. ആരോഗ്യവകുപ്പിൽ സ്വകാര്യ നിക്ഷേപം ആവശ്യമായി വരുമെന്നാണ് ഇപ്പോൾ മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചത്. അത് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള പ്രതികരണം ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ നടത്തിയത്. അഥവാ ഇന്നലെ സണ്ണി ജോസഫിന്റെ അളിയന് ബന്ധു നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടായിരുന്നു അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആദ്യം അദ്ദേഹം പറയുന്നു അതിനെ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒരു നിയമനം അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. തൊട്ടുപിറകെ അദ്ദേഹം തന്നെ ഇത് മാറ്റി പറയുന്നു. ഇദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പശ്ചാത്തലത്തിലുള്ളയാൾ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതാണ്. അതേ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ, ഇന്നലെ നാം പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ എതിർ രാഷ്ട്രീയത്തിലുള്ളവരെ അല്ലെങ്കിൽ എതിരാളികളെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞ് ബന്ധു നിയമനത്തിന്റെയൊക്കെ പേരിൽ ആവശ്യമില്ലാതെ പരിഹാസങ്ങൾക്ക് വിധേയമാക്കിയവരായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കൾ. അവർ തന്നെയാണ്, അതേ പ്രതിനിധി തന്നെയാണ് ഇന്ന് രാവിലെ കെ മുരളീധരൻ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് ഈ ആവശ്യങ്ങളെ ന്യായീകരിക്കുന്നത്. മാത്രമല്ല ഈ സ്വകാര്യവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യ മേഖല അടക്കം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നൽകുന്ന ഒരു മനോഭാവമാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം രാവിലെ നമ്മളുമായി വ്യക്തമാക്കിയത്. ആശുപത്രികളിൽ കൂടുതൽ കാര്യങ്ങൾ സ്വകാര്യ മേഖല വഴി അല്ലെങ്കിൽ അവർക്ക് വിട്ടു നൽകുന്നതിലേക്കാണ് കടക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമായി ഇന്ന് രാവിലെ നമ്മളുമായി പങ്കുവച്ച ഒരു കാര്യം കൂടിയാണ് നാം കേട്ടത്. ആര്യ, ശരി, നൌഫലാണ് വിവരങ്ങൾ നൽകിയത്.